എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ രാവിലെ തന്നെ മുട്ടൻ പണി കിട്ടിയിട്ടുണ്ട്. പുറത്താണെങ്കിൽ നല്ല മഴയാണ്, മടി പിടിച്ചൊരു ദിവസമാണ്. നമ്മുടെ ഈ ഭാഗത്ത് പട്ടിശല്യം കൂടുതലായതുകൊണ്ട് ഇന്നലെ രാത്രി എല്ലാവരും കൂടി ഇവിടെ ആയിരുന്നു കേട്ടോ. പിള്ളേരെ എഴുന്നേക്കിന് മുന്നേ മൊത്തം ഒന്ന് അടിച്ചു വാരിയിടുന്നുണ്ട്. പട്ടിയുടെ രോമാണ് മൊത്തം ഉള്ളത്. കച്ചുനാണെങ്കിൽ ഒരു സ്വഭാവമുണ്ട്, താഴെ വീണത് എന്താണോ അതെടുത്തിട്ട് വായിലിടുന്ന ഒരു സ്വഭാവമുണ്ട് കേട്ടോ. അതുകൊണ്ട് മൊത്തം ഒന്ന് തുടച്ചിടാനായിട്ട് പോവാന്ന്. ഞാൻ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാനായിട്ട് വാങ്ങിയതാണ് ഈ ഒരു സ്പ്രേ ബോട്ടിൽ. ഇപ്പം ഞാൻ ലൈസോളും അതുപോലത്തെ ഷാമ്പൂ ഒക്കെ കലക്കി ഇതുപോലെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാറാണ് കേട്ടോ. അപ്പോൾ ഹെയർ കട്ടിന് ഞാൻ ഇനി വേറെ വാങ്ങിക്കണം. ഇത്തവണ മഴ കിട്ടുന്നത് മുന്നേ വരെ നല്ല ചൂടായിരുന്നില്ലേ, ആ സമയത്ത് ഒരു മഴ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മഴ പെയ്തതിന് ശേഷം വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. എന്തോ ഒരു മനസ്സിന് തൃപ്തിക്കുറവ് പോലെയാണ്. ആലിക്കുട്ടിയാണെങ്കിൽ ഒരേ മഴയത്ത് ഇറങ്ങലാണ്. അതുകൊണ്ട് നമ്മുടെ പുറത്തെ വാതിൽ തുറന്നിടല് വളരെ കുറവായിട്ടുണ്ട്. ഈ ഒരു മാറ്റ് ഉണ്ടല്ലോ, നമ്മൾ മഴ തുടങ്ങുന്നതിന് മുന്നേ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇനി ഒരു നല്ല വെയിൽ കൊള്ളിച്ചിട്ട് ഇത് മടക്കി അകത്തോടെ എടുത്ത് വെക്കണം. നമ്മൾ ഈ മഴ സമയത്തൊക്കെ കോട്ടന്റെ ചെറിയ ചെറിയ മാറ്റുകളാണ് ഈ മുൻവശത്ത് ഇടാറുള്ളൂ കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കഴുകിയെടുക്കാനും കുറച്ച് എളുപ്പമുണ്ടല്ലോ. ഇതുപോലുള്ള വലിയ മാറ്റ് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ, ചാറ്റൽ മഴയത്തുണ്ടല്ലോ ഇത് വല്ലാതൊരു മണം ഉണ്ടാവേ. അപ്പോൾ ഇത് ഉണക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ചെറിയതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാനായിട്ടും പറ്റും. എൻ്റെ ആദ്യത്തെ ഡെലിവറിയുടെ സമയത്ത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു പെൺകുട്ടിയാണ് ഉണ്ടാവേണ്ടതെന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് അണിയിച്ചൊരുക്കി നടത്താനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ 2 പെൺപിള്ളേരും മുടി കെട്ടിയാൽ പോലും നിർത്താത്ത സാധനങ്ങളായിരുന്നു കേട്ടോ. ആൻലിക്കുട്ടിയൊക്കെ ചെറുതിലാണ്, ആൻലി ഇപ്പം റെഡിയായി കേട്ടോ. അതേ സ്വഭാവം ഇപ്പം കച്ചുവിനും. മുടി കെട്ടിക്കഴിഞ്ഞ ഒരു 5 മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് പെൺപിള്ളേരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് 2 പെൺപിള്ളേർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിത് 2 എണ്ണത്തിനും കുളിപ്പിച്ച് മുടിയൊക്കെ കെട്ടിക്കൊടുക്കാനായിട്ട് പോവാണ്. ഞാൻ എപ്പോഴും കണ്ണൊക്കെ എഴുതി രാവിലെ നല്ല നീറ്റാക്കി വെക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കും 2നും ഡ്രസ്സ് പോലും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞാനിത് 2നെയും സുന്ദരി മണികളാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കത്തിയടിക്കാനായിട്ട് ഏച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളോട് സംസാരിച്ചിട്ട് ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കലാണ്. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോസിൽ ആഡ് ചെയ്യുന്നതാണെന്ന്. അപ്പോൾ ഈ വീഡിയോസിൽ കുറച്ച് ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ആഡ് ചെയ്തിട്ടൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഉള്ള കച്ചുൻ്റെ ഒരു സ്വഭാവമാണിത്. താഴെ നിൽക്കില്ല, കയ്യിലെടുത്തുകൊണ്ട് നടക്കാനായിട്ടാണ്. അവളെ എടുത്തിട്ട് വേണം ഓരോ ജോലികൾ ചെയ്യാനായിട്ട്. ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും ജോലി കൊടുക്കുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും പിടിച്ചുകൊണ്ടിരിക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ എന്തൊരു കുശുമ്പ് കയറിയതുകൊണ്ടാണ് ഞാൻ കൊടുത്ത സാധനം അപ്പം തന്നെ തറയിലിട്ടത്. ഇനി മഴ തുടങ്ങിയാലുള്ള ഏറ്റവും കഷ്ടപ്പാട് തുണി ഉണങ്ങി കിട്ടലാണ്. അപ്പോൾ ഞാനിതാ ഇന്നലത്തെ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിള്ളേരൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ ഈ ബെഡ്ഷീറ്റ് മാറ്റൽ ഏറ്റവും വലിയ ടാസ്ക് പിടിച്ച കാര്യമാണല്ലേ. ഒരു 2-3 ദിവസം അല്ലാണ്ട് ഒരു ബെഡ്ഷീറ്റ് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് അഴുക്കാവും. എനിക്ക് കുറച്ച് സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് പൊടിക്ക് കുറച്ച് കുറവുണ്ടാവും എന്നുള്ളതാണ്. കഴുകിയിടാനുള്ള തുണികൾ അപ്പം തന്നെ അവിടുന്ന് മാറ്റുന്നുണ്ട്. ഇന്ന് എന്താണെന്നറിയില്ല, മഴക്ക് കുറച്ച് ശമനമുണ്ട്. ചെറിയ രീതിയിലുള്ള വെയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ ചെറിയൊരു വെയിൽ കാണുമ്പോൾ തുണികളൊക്കെ എടുത്ത് വെയിലത്തിടാറാണ് കേട്ടോ. ഇത്തവണത്തെ വെയിലിനെ വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് തുണികളൊക്കെ ഷീറ്റിനകത്ത് തന്നെ കിടക്കുന്നുണ്ട്. ഇനി ഇതാ മക്കൾക്കൊക്കെ സ്കൂൾ തുറക്കാനായില്ലേ, ഇനി തിരക്കും കാര്യങ്ങളൊക്കെ തുടങ്ങാനായി. ആൻലിക്കുട്ടിക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് എനിക്കും സ്കൂൾ തുറക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ആൻലിനെയും കൂട്ടി പോകുന്നതുകൊണ്ട് 2 മാസത്തെ വെക്കേഷന് ശേഷം ആൻലിക്കുട്ടി സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് എനിക്കെന്തോ മനസ്സിന് ചെറിയൊരു വിഷമം പോലെ. എല്ലാ അമ്മമാർക്കും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ആൻലിക്കുട്ടി പ്രായത്തിനേക്കാളും ചെറുതായതുകൊണ്ടാണെന്നറിയില്ല, എന്താണെന്നറിയില്ല, അവൾ എൻ്റെ അരികത്തുനിന്ന് മാറി നിൽക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു മനസ്സിന് വല്ലാത്തൊരു വിഷമം പോലെയാണ്. വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ അവൾ സ്കൂളിലോട്ട് പോകുമ്പോൾ തന്നെയാണ് കേട്ടോ. അവൾ അവിടുന്ന് കുറച്ച് ഫുഡൊന്നും കഴിക്കും. ഇവിടുന്ന് ആകുമ്പോൾ കളി മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങളെ വീടിൻ്റെ കുറച്ച് താഴോട്ടായിട്ട് കടയുണ്ട് കേട്ടോ. അപ്പം അമ്മ ഇതാ കടയിലോട്ട് പോകാനായിട്ട് നോക്കുവാണേ. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കച്ചുവിനെയും കൂട്ടിയിട്ടുണ്ട്. മഴ തുടങ്ങിയതിന് ശേഷം കച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് ഈ മഴയത്തുണ്ടല്ലോ കുടയും ചൂടി പോകാനായിട്ട്. ഞങ്ങളങ്ങനെ മഴയത്ത് പുറത്തിറങ്ങൽ കുറവാണ് കേട്ടോ. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ സ്കൂൾ പൂട്ടിയതാണല്ലോ, എന്തായാലും വെളിയിലോട്ട് ഇറങ്ങേണ്ട ആവശ്യമേ ഇല്ല. അമിത കടയിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നേ. കച്ചുവിത ഓരോരോ കുരുത്തക്കടകൾ ഒപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഡെയിലി അടിച്ചു വരും, എന്നാലും ഒരിക്കലും അടിച്ചു വരാതെ വീട് പോലെയാണ് ഇവിടെ ഉണ്ടാവും കേട്ടോ. ഉള്ള പേപ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ എവിടുന്ന് വരുന്നെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ദൈവമേ, ഈ പിള്ളേർ ഇതൊക്കെ എവിടുന്ന് പൊറുക്കിയെടുത്ത് വരുന്നതാണെന്നറിയില്ല.
ഞാൻ കാണാത്ത പല സാധനങ്ങളും അവർ കാണും കേട്ടോ. ഇവിടുന്നെങ്കിലുമൊക്കെ പൊറുക്കിയെടുത്ത് വരുന്നുണ്ടാവും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിലെ ക്ലീനിങ് കഴിഞ്ഞാൽ തന്നെ പകുതി ജോലി കഴിഞ്ഞതുപോലെയാണ്. മഴയായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അകത്തോട്ട് കയറുന്ന സമയത്ത് ചെറിയൊരു ബാഡ് സ്മെൽ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പൊതുവേ കത്തിക്കാറുണ്ട്, പക്ഷെ എപ്പോഴൊന്നും കത്തിക്കാറില്ല കേട്ടോ. ഇന്നത്തെ ഞാനിതൊന്ന് കത്തിച്ച് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്മ ഇതാ പപ്പായ തോരൻ വെക്കാന്ന് പറഞ്ഞിട്ട് പപ്പായ പറിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് കിച്ചണിലോട്ട് കിടക്കാം. ഇനി കിച്ചണിലെ പരിപാടികൾ കാണാം കേട്ടോ. അമ്മ ഇതാ പുറത്തിരുന്നിട്ടാണ് പപ്പായ തോരൻ ഉണ്ടാക്കാനായിട്ട് പപ്പായ കട്ട് ചെയ്യുന്ന തിരക്കിലാണ്. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആലിയും പോപ്പിക്കൊടിയും പുറത്താണ് കേട്ടോ ഉണ്ടാവുക. സാധാരണ പോകുന്നതിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും മാമീൻ്റെ വീട്ടിലേക്ക് ഓരോരോ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അവളുടെ പോക്ക് ഉണ്ടാവുക. അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ മീൻ കട്ടിയാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മത്തിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മത്തിന്ന് വെച്ചാൽ ചാള. അപ്പോൾ അതെനിക്ക് പ്രൊട്ടക്ഷനായിട്ട് കച്ചും ഉണ്ട് ആലിയും ഉണ്ട്. രണ്ടാളും ഇത് സിനിമ കാണാൻ നിന്ന പോലെ എൻ്റെ മീൻ കട്ട് ചെയ്യുന്നത് കാണാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇത് അമ്മ ആൻലിക്കുട്ടിക്ക് മാങ്ങ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻലി ഇതകത്ത് കഴിക്കുന്ന തിരക്കിലാണ്. നമ്മുടെ ഈ ഭാഗത്തൊക്കെ നാട്ടുമാങ്ങ കിട്ടാനുണ്ട്. ഞാൻ മീനൊക്കെ കട്ട് ചെയ്ത് കഴുകിയിട്ടുണ്ടായിരുന്നേ. പിന്നെ പൊരിക്കാനുള്ള മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കച്ചു എൻ്റെ പിന്നാലെ വരുന്നത്. അതാണ് ഞാൻ ഈ നോക്കുന്നത്. മീൻ പൊരിക്കാനായിട്ട് ഇല പറിക്കാനായിട്ട് പോകുന്നതാണ്. ഇലയിൽ പൊരിച്ചെടുക്കുന്ന മീനിന് പ്രത്യേക ടേസ്റ്റ് അല്ലേ. പൊരിക്കാനുള്ള മീനിന് ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടൊന്ന് പെരക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാനൊന്ന് എടുത്തു പറഞ്ഞതാണേ. പിന്നെ ഇത് അമ്മ പപ്പായേൻ്റെ പച്ചടി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പപ്പായാണ് ഒരു സൈഡിൽ നിന്ന് വെന്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കിച്ചണിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിലെ ക്ലീനിങ് ചെയ്യാറ്. ഞാനിടുന്ന വീഡിയോസിൽ കൂടുതലും ക്ലീനിങ് വീഡിയോസാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതല്ലാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും ഒക്കെ ഒന്ന് കമൻറ്റ് വഴി എന്നെ അറിയിക്കണം. അത് കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും ലൈക്കും തന്നേക്കണേ. എന്നെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ എല്ലാം നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണം. ഫ്രൈ ചെയ്യുന്ന മീനിൻ്റെ മുകളിലോട്ട് ഞാൻ ഇതുപോലെ ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. നമുക്കങ്ങനെ 20,000 സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. 20,000 സബ് ആയാലും നമുക്ക് ചെറിയ രീതിയിലുള്ളൊരു ആഘോഷമൊക്കെ നടത്തണം. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങളിലൊരാൾക്ക് ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് തരാമെന്ന് വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് ആകുമ്പോഴേക്കും എന്തായാലും 20,000 സബ് ആവും. അപ്പോൾ നിങ്ങൾക്ക് തരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഏറ്റവും നല്ല കമൻറ്റ് ടോപ്പർക്കുള്ള ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി എന്നെ അറിയിക്കണേ. അപ്പോൾ ഇതാ മത്തി പൊരിക്കാനുള്ള തടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അമ്മ ഇതാ മത്തി മുളകിടാനായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ കാബേജ് വറക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാബേജ് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കച്ചു ഇതാ പ്രശ്നമാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവൾക്കിതാ ഉറക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉറങ്ങാനായിട്ട് ഇടയ്ക്ക് വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് ചെയ്യാനും വീട്ടു പോകണ്ട. ടാറ്റ ബൈ, സീ യു.